22-ാം തീയതി ഈ മാസം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ഇതിലേക്ക് ഇന്ത്യയിലെ പല പ്രമുഖർക്കും ക്ഷണക്കത്തെത്തിയിരുന്നു. എല്ലാവർക്കും എത്തുന്നതുപോലെ തന്നെ കോൺഗ്രസിനും ക്ഷണക്കത്തെത്തിയിരുന്നു. പലരും പോകണമോ വേണ്ടയോ എന്നുള്ളത് പരസ്യമായും രഹസ്യമായും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രം കൃത്യമായൊരു നിലപാട് അന്നു മുതൽ ഈ നിമിഷം വരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരപ്രകാരം ഈ ക്ഷണത്തെ നിരസിക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം ഭയപ്പാടോടുകൂടിയും ജാഗ്രതയോടുകൂടിയും തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. ഈ മാസം അവസാനം അയോധ്യയിൽ നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം ഔദ്യോഗികമായി ഇപ്പോൾ നിരസിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. മധ്യപ്രദേശും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉറപ്പായും ഈ പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് BJPയോട് ഇണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, BJPക്ക് എതിരായിട്ടുള്ളൊരു സ്വരമായിരിക്കണം. കേരള നേതാക്കൾ ശക്തമായി തന്നെ അന്നേ ആവശ്യം വ്യക്തമാക്കിയിരുന്നു. ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ അയോധ്യയിലെ മഹത്തായ പരിപാടിക്കുള്ള ക്ഷണം കൃത്യമായി നിരസിച്ചിരിക്കുന്നുവെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കിയതിലൂടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. പക്ഷേ കോൺഗ്രസിലെ തന്നെ പ്രമുഖരായ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് സോണിയാഗാന്ധി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന്, ഇതിനെ ബഹിഷ്കരിക്കരുത്, വോട്ട് ബാങ്കിലുണ്ടാകുന്ന തകർച്ചയ്ക്ക് ഇത് വലിയൊരു കാരണമാകും എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആകെ വിട്ടിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ BJPയുടെയും RSSൻ്റെയും ഒരു പരിപാടിയാണെന്നാണ് പാർട്ടി വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസമാണ് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കുള്ള ക്ഷണക്കത്ത്, ചടങ്ങിലെത്താനുള്ള ക്ഷണം ലഭിച്ചത്. നമ്മുടെ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ രാമനെ ആരാധിക്കുന്നുണ്ട്. മതം വ്യക്തിപരമായൊരു കാര്യമാണ്. പക്ഷേ അയോധ്യയിലെ ഈ ചടങ്ങെന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നും കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയും RSS നടത്തുന്ന ഈ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ എത്തേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ ശശി തരൂർ MP അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ക്ഷണക്കത്തനുസരിച്ച് അദ്ദേഹം പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു പാർട്ടി പരിപാടി എന്ന രീതിയിലല്ല പോകുന്നത്, അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാനെന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം പോകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാട് എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് സ്വീകരിച്ചിട്ടുകൂടാ എന്നും പലരും ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം BJP മുന്നോട്ട് വന്നത് എന്നുള്ള വാദത്തിൽ ഉയർന്നു തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. 2019 സുപ്രീം കോടതി വിധിയിൽ ഉറച്ചു നിൽക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെ ആദരപൂർവ്വം തന്നെ നിരസിക്കുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ പറയുന്നത്. ജനുവരി 22-നാണ് അയോധ്യയിലെ ക്ഷേത്രത്തിലെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും, നിരവധി RSS പ്രവർത്തകർ പങ്കെടുക്കും, സിനിമാ രാഷ്ട്രീയ മേഖലയിലുള്ള സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. അതേസമയം മറുഭാഗത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാവിധ തന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് എത്തുന്നതിന് മുൻപായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമുള്ള ഒരു സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒരു തുടക്കമെന്ന രീതിയിൽ കേരളത്തിൽ 2 തവണയാണ് ഈ മാസം തന്നെ സന്ദർശനത്തിനായി പദ്ധതിയിട്ടിരിക്കുന്നത്. ജനുവരി ആദ്യവാരം മോദി കേരളത്തിലെത്തിയത് അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ്. BJPയുടെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു, ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ജനുവരി 3-നായിരുന്നു അദ്ദേഹം അങ്ങനെ കേരളത്തിലെത്തിയത്. ഇനി 17-ാം തീയതിയും സമാനമായ സംഭവം, 16, 17 തീയതികളിൽ അദ്ദേഹം കേരളത്തിൽ വീണ്ടും എത്തുന്നുണ്ട്. അത് മുൻ MPയും നടനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും ഒപ്പം ചില രാഷ്ട്രീയ പരിപാടികളിൽ സംബന്ധിക്കാനും കൂടിയിട്ടാണ്. തേക്കിൻകാട് മൈതാനിയിൽ അന്ന് സംഘടിപ്പിച്ച മഹിളാ സംഗമത്തിൽ BJPയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു തറക്കല്ലിടൽ ചടങ്ങായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അദ്ദേഹം രാഷ്ട്രീയപരമായി സംസാരിച്ചില്ല എങ്കിൽ പോലും കേരള സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടും എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ നൽകാതെ മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലുമായിരുന്നു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്.